പശ്ചിമേഷ്യൻ യുദ്ധം കാരണം വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകൾക്ക് കേന്ദ്ര സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു, നമ്മുടെ രാഹുൽ ഗാന്ധിയൊക്കെ. ആഗോള യുദ്ധം കാരണം വിതരണം തടസ്സപ്പെട്ടത് പോലും അറിയാതെ ഇതെല്ലാം മോദിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയവർക്ക് ഇനി കരയാൻ വേറെ വഴി നോക്കേണ്ടി വരും. കാരണം പശ്ചിമേഷ്യയിലെ യുദ്ധപ്രതിസന്ധി അയഞ്ഞതോടെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും മോദി സർക്കാർ ഒറ്റയടിക്ക് പിൻവലിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഹോട്ടലുകളും വ്യവസായ സ്ഥാപനങ്ങളും ഉപയോഗിക്കുന്ന വാണിജ്യ LPG സിലിണ്ടറുകൾക്കാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇപ്പോൾ വലിയ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിലെ തടസ്സങ്ങൾ മാറിയ സാഹചര്യത്തിൽ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിതരണം യുദ്ധത്തിന് മുമ്പുള്ള പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാൻ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ബൾക്ക് LPG വിതരണം പഴയ ഉപഭോഗത്തിന്റെ 50% വരെ പുനഃസ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായികൾക്കും ഹോട്ടൽ ഉടമകൾക്കും ഈ തീരുമാനം വലിയ ആശ്വാസമാവുകയാണ്. ആസം ചീഫ് സെക്രട്ടറി രവി കോട്ടയാണ് കേന്ദ്രത്തിന്റെ ഈ പുതിയ പ്രഖ്യാപനം ആദ്യം പുറത്തുവിട്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം വന്നതെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും ഉൾപ്പെട്ട വൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ആഗോളതലത്തിൽ തന്നെ എണ്ണവാതക വിതരണ ശൃംഖല വലിയ പ്രതിസന്ധിയിലായിരുന്നു. എന്നാൽ ഈ ആഗോള പ്രതിസന്ധി നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരുടെ അടുക്കളകളെ ബാധിക്കാതിരിക്കാനാണ് വാണിജ്യ ഗ്യാസ് വിതരണത്തിൽ കേന്ദ്രം താൽക്കാലികമായ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നിയന്ത്രണം കൊണ്ടുവന്നത്. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള ഗ്യാസിന് യാതൊരു നിയന്ത്രണവും കൊണ്ടുവന്നതുമില്ല. പെട്രോളിന്റെ വില കൂടിയതിൽ പരിഭവം പറയുന്നവരുണ്ട്. അവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും കൂടിയതുപോലെ പെട്രോളിന്റെ വില ഇന്ത്യയിൽ കൂടിയിട്ടില്ല. ഒന്ന് ഗൂഗിളിലോ ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഇളവ് പ്രഖ്യാപിച്ചതിനൊപ്പം ഭാവിയിലെ പ്രതിസന്ധികൾ നേരിടാൻ പെട്രോളിയം മന്ത്രാലയം പുതിയൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പൈപ്പ് ലൈൻ വഴി ഗ്യാസ് ലഭിക്കുന്ന PNG കണക്ഷനുകൾ ലഭ്യമായിട്ടുള്ള എല്ലാ വാണിജ്യ ഉപഭോക്താക്കളും അതിലേക്ക് തന്നെ മാറണം എന്നാണ് നിർദ്ദേശം. ഇതിനായി എണ്ണ കമ്പനികൾ പ്രത്യേക ഡാറ്റാബേസ് തയ്യാറാക്കാനും കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആഗോള യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങൾ സ്തംഭിക്കാതിരിക്കണമല്ലോ. അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ഒരു ദീർഘവീക്ഷണമാണ് മോദി സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത്. ചുരുക്കത്തിൽ ലോകം മുഴുവൻ ഊർജ പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞപ്പോൾ വളരെ തന്ത്രപരമായി ആ പ്രശ്നം അത്യാവശ്യം നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ മോദി സർക്കാരിന് സാധിച്ചു എന്നതാണ് ഈ ഒരു പിൻവലിക്കൽ തെളിയിക്കുന്നത്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഗ്യാസ് കുറ്റിക്കായി വരിവരിയായി കാത്തു നിൽക്കുന്ന വീട്ടുകാരെ നമ്മൾ കണ്ടിട്ടില്ല. പെട്രോൾ വില മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ തോതിൽ മാത്രമാണ് ഇന്ത്യയിൽ കൂടിയിട്ടുള്ളത്. എന്നിട്ടും നികുതി വെട്ടിക്കുറച്ച് സാധാരണക്കാരന്റെ കീശ കാക്കാൻ കേന്ദ്ര സർക്കാർ തങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം തന്നെ ചെയ്തു. പ്രതിസന്ധി മാറിയപ്പോൾ ഇതാ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി വ്യവസായങ്ങളെ സംരക്ഷിക്കുകയും ചെയ്തു. എല്ലാം മോദിയുടെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷത്തിന് അക്ഷരാർത്ഥത്തിൽ വലിയൊരു പ്രഹരമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഈ അതിവേഗ നടപടി. ന്യൂസ് ഡെസ്ക് മലയാളം.